ഞാനൊരു വണ്ടി വിട്ടിരുന്നു. വണ്ടി ഇവിടെ നിർത്തി. എന്താ പറയാ, ഒരു ഭയങ്കര മുഴക്കവും സാധാരണ കേൾക്കാത്തൊരു എന്താ പറയാ, ഇവിടെ ഒന്നും അങ്ങനെ ഒരു പ്രകൃതി ചൂഷണം ഇപ്പല്ല. കാരണം ക്രഷറും കോരിയൊക്കെ പണ്ട് നിർത്തിപ്പോയതാ. ഇവിടെ വണ്ടിയിൽ പോകുമ്പോഴും അത് അനുഭവം. വണ്ടി ജീപ്പ് ഒരു വേറ. ഞാൻ സൈഡായി കളി. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് വണ്ടി ഇറക്കരുത്. ഇവർക്ക് പണിക്കാർക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോ അങ്ങനെ ഒരു സംഭവം നമ്മൾ അനുഭവത്തിലില്ല. ജീവിതത്തിൽ ആദ്യാ. വീട്ടുകാരൊക്കെ വിളിച്ചു കൊടുക്കുക, വേപ്പെടുന്ന സ്ഥലമാണ്. ഞാൻ മുട്ടിലാണ്. ശബ്ദം കേട്ട് നല്ല ശബ്ദം. എന്താ പറയാ, സാധാരണ ഇപ്പൊ പാറവടി പൊട്ടിച്ച ശബ്ദമൊന്നുമല്ല, ഭയങ്കര ഇടിമുഴക്കം. കാവിലുംപാറ സ്വദേശി ആഷിഖ് ഇപ്പോൾ ഒപ്പം ചേരുന്നുണ്ട്. ആഷിഖ്, ഈ കാവിലുംപാറ ഭാഗത്തും വളരെ വലിയ ശബ്ദത്തോടു കൂടി തന്നെ ഈ പ്രകമ്പനം ഉണ്ടായോ? ആ സമയത്തുണ്ടായിരുന്നോ ആഷിഖ് അവിടെ? എന്തായിരുന്നു അനുഭവം? ഞാൻ വീട്ടിലായിരുന്നില്ല, പക്ഷെ വലിയ സൗണ്ട് ഒന്നുമില്ല. വീട്ടിൽ നിന്ന് ജനലിൽ ഇങ്ങനെ ജെർക്കി വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ അതേ ഉള്ളൂ. പിന്നെ ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു, വീടിങ്ങനെ ഇളകുന്ന പോലത്തെ. അന്നേരം ഞാൻ അപ്പുറത്തെ വീട്ടിലും ചോദിച്ചു അവിടെ എല്ലാം ഉണ്ടായിരുന്നു അന്നേരം ടൈമിൽ. അടുത്ത പ്രദേശവാസികളും എല്ലാം ഇതുപോലെ തന്നെ അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞോ? ഇതുപോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചു നോക്കി ആ ടൈമിൽ. അന്നേരം ഓരും പറഞ്ഞു അങ്ങനെ ഉണ്ടേനും. വീട്ടിലുള്ള ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു ഇങ്ങനെ ജനലിൽ ഇങ്ങനെ ഇളകുന്ന പോലെ എന്തോ ഒരു ചെറിയൊരു ഇടിവെട്ടുന്ന പോലത്തെ സൗണ്ട് ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളും ഒക്കെ കാവിലുംപാറ പ്രദേശത്തുള്ളവരാണോ? ഇവിടെ തന്നെ. പിന്നെ ഒരു സുഹൃത്ത് കുറ്റ്യാടി, കോഴിക്കോട് കുറ്റ്യാടിയുള്ള, അത് ആടെയും വിളിച്ചു നോക്കി. ഓനും പറഞ്ഞു അന്നേരം ഉണ്ടെന്ന്. ശരി ആഷിഖാണ്, കാവിലുംപാറ സ്വദേശിയാണ് വിവരം നൽകിയത്. നമുക്ക് മറ്റ് പ്രദേശവാസികളായ ചിലരുടെ കൂടി പ്രതികരണം ലഭ്യമാണ്. അതിലേക്ക് ഞാൻ കടലിൽ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സൗണ്ട് കേട്ടു. ശബ്ദം കേട്ടിട്ട് ഞാൻ എന്താ പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ കടേൻ്റെ ഈ മുകളിൽ ടിൻഷീറ്റാണ്. അപ്പോൾ ടിൻഷീറ്റ് ഇങ്ങനെ ജർക്ക് ചെയ്യുന്നുണ്ട്. ആ ജർക്ക് ചെയ്ത് കണ്ടിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങണം. എനിക്ക് മലയുടെ മുകളിൽ നിന്നാണ് ഈ സൗണ്ട് കേൾക്കുന്നത് തോന്നിയത്. പാറ ഉരുളുന്ന പോലത്തെ അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയത്. അപ്പോൾ ഭൂമിക്ക് തരിപ്പം അങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷേ കട ഇങ്ങനെ ജർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങാണോ ഇങ്ങനെ ശങ്കിച്ചെന്നു. പിന്നെ എനിക്ക് തോന്നലാണോ എന്ന്. പിന്നെ നോക്കുമ്പോൾ ആ പരിസരത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഇത് കേട്ടിട്ട് എന്നെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ ഈ പ്രദേശത്തൊക്കെ ഒട്ടുമുക്ക ആളുകളും ഇത് കേട്ടിട്ടുണ്ട്. എത്ര സമയം ഉണ്ടായിരുന്നു? കുറഞ്ഞൊരു സെക്കൻഡേ ഉണ്ടായിട്ടുള്ളൂ. കുറഞ്ഞ ഒരു സെക്കൻഡ്. ഒരു വലിയൊരു സൗണ്ട് ഞങ്ങൾ കേട്ടു. നമ്മൾ ഈ മട്ടിപ്പാറൊക്കെ ഇങ്ങനെ ഈ ഉപ്പിട്ട് വെടിവെക്കുമ്പോൾ ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരുന്ന സൗണ്ട് ഉണ്ടാവും. അതേപോലത്തെ ഒരു സൗണ്ടാണ് ഫീൽ ചെയ്തത്.